സാധാരണ ഞായറാഴ്ചകളെക്കാളും വളരെയധികം നേരത്തെയാണ് ഞാൻ ഇന്ന് എണീച്ചത് കേട്ടോ. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു മഞ്ഞും അതുപോലെ തന്നെ മഴക്കാറ് കൊണ്ട് മൂടിയ മേഘങ്ങളും ആകെ ഒരു മൂടി കെട്ടിയൊരു അന്തരീക്ഷം. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ മനസ്സ് കേട്ടോ. ഇന്ന് ചേച്ചി തിരിച്ച് ഗോവയിലേക്ക് പോവാണ്. അച്ഛൻ മരിച്ചിട്ട് ഇന്നേക്ക് 20 ദിവസമായി. അച്ഛൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ഇനി തിരിച്ച് നമ്മൾ നമ്മുടേതായ ലൈഫിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് എന്തായാലും നാട്ടിൽ നിന്ന് ഗോവയിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ രാവിലെ തന്നെ എണീച്ചിട്ട് ചേച്ചിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് കറികളും അതുപോലെ തന്നെ പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള പൊതിച്ചോറും ചേച്ചി പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിൻ, 12 മണിക്കാണ് ട്രെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 11 മണിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത്തവണ ചേച്ചീനെ കൊണ്ടാക്കാനായിട്ട് ഞാനും ചേട്ടനും കല്യാണം കൂടിയിട്ടാണ് പോകുന്നത്. എപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിലും യാത്ര പറച്ചിൽ വളരെയധികം വിഷമം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തവണ യാത്ര പറയുമ്പോൾ അച്ഛൻ ആ ഒരു മുറ്റത്തില്ല, ആ ഒരു ഉമ്മാർത്ത കസാരയിൽ അച്ഛൻ ഇരിക്കുന്നില്ല. എങ്കിലും സാഹചര്യങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് പറപ്പൂരൊക്കെ എത്തിയപ്പോഴേക്കും നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യുന്നൊക്കെയാണ് വിചാരിച്ചത്. പോകുന്നിടത്ത് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരെ ലഗേജൊക്കെ എടുത്തു. ചേച്ചി വന്നു പോയിട്ട് ഏകദേശം 1 മാസത്തോളമൊക്കെ ആവുന്നുള്ളൂ. വെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് കേട്ടോ. കല്യാണി ആദ്യമായിട്ടും എത്തുന്നത് ഈ ഒരു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവൾ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവളൊന്ന് കയറ്റി അതിലേക്ക് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ നല്ല രീതിയിൽ അത് ആസ്വദിക്കും ചെയ്തു കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഒരുപാട് ട്രെയിനുകൾ വരുന്നുണ്ടായിരുന്നു, ഒരുപാട് ട്രെയിനുകൾ പോകുന്നുണ്ടായിരുന്നു. അവസാനം ചേച്ചിക്ക് പോകാനായിട്ടുള്ള ട്രെയിനും വന്നു. നമ്മളെന്തായാലും ചേച്ചീനെ ട്രെയിനിൽ കയറ്റാനായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പോയി അവരുടെ സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അവരവിടെ ഇരുന്നു. ട്രെയിൻ പോകുന്ന സമയത്ത് കല്യാണി ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരുപാട് വിഷമമുണ്ടായിരുന്നു. എന്തായാലും നമ്മളിതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാവണം.